ശ്രീ ഗുരുവായൂരപ്പ ശ്രീനാരായണ ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം വാൽമീകി രാമായണം. ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ചില ശ്ലോകങ്ങൾ അവിടെ നിന്ന് തുടക്കത്തിൽ നിന്നൊക്കെ എടുത്തത് പാരായണം ചെയ്യണു. ഓം ധ്യായേത് ആജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖ കമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതം ഉരുജടാമണ്ഡലം രാമചന്ദ്രം. നീണ്ട ബാഹുക്കളുള്ള കയ്യിൻ്റെ നീളം അത് കാൽമുട്ടിൻ്റെ താഴെ കൈപ്പടം വരാവുന്ന രീതിയിൽ വലിയ കൈപ്പടാണ് ഭഗവാന്റെ. അങ്ങനെ ആജാനുബാഹും, ജാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട്, അപ്പോൾ മുട്ടിൻ്റെ താഴെ കൈപ്പടം നിൽക്കുന്നതായിട്ടുള്ള വലിയ കൈകളുള്ള ഭഗവാൻ രാമൻ. പിന്നെ അമ്പും വില്ലും ധരിച്ചിട്ടുണ്ട്. പത്മാസനത്തിൽ ഇരിക്കുന്ന ആ ഭഗവാന്റെ, മഞ്ഞപ്പട്ടുടുത്തായിട്ടുള്ള ഭഗവാന്റെ താമര കണ്ണുള്ള ആ ഭഗവാന്റെ അതിപ്രസന്നമായിട്ടുള്ള മുഖം. ഭഗവാന്റെ ഇടത്ത് തൃത്തുടയിൽ സീത അതീവ സുന്ദരിയായിട്ട് ഇരിക്കുന്നു. താമര കണ്ണുകളുള്ള സീത സർവവിധ അലങ്കാരങ്ങളോടും കൂടിയിട്ട്, ആടെ ആഭരണങ്ങളോട് കൂടിയിട്ട്, ഏറ്റവും പ്രസന്ന മുഖത്തോട് കൂടിയിട്ട്, അതേപോലെ ഭഗവാൻ തൻ്റെ തലമുടി കുറച്ചൊരു ജട കെട്ടിക്കൊണ്ടാണ് അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ ഭജിക്കുന്നു. സീതാ രാമചന്ദ്രന്മാരോട് കൂടിയിട്ട് ഭജിക്കുന്നു. ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖ കമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതം ഉരുജടാമണ്ഡലം രാമചന്ദ്രം. ശ്ലോകം 2. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സംസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. സീതയോട് കൂടിയിട്ട് കൽപ്പവൃക്ഷ സമാന ഭാവത്തോടു കൂടിയിട്ട് എന്തും കൊടുക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് സ്വർണ്ണ സിംഹാസനത്തിൽ, രത്നം പരിച്ചതായിട്ടുള്ള വലിയ സിംഹാസനത്തിൽ, പുഷ്പക വിമാനത്തിൽ നിർമ്മിച്ചതായിട്ടുള്ള ആ രത്നങ്ങൾ പരിച്ചതായിട്ടുള്ള സിംഹാസനത്തിൽ, വീരാസനത്തിൽ ഭഗവാൻ ഇരിക്കണു. തൊട്ടടുത്ത് എല്ലാ മുനികളുമുണ്ട്. എല്ലാവരും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹനുമാൻ സുഗ്രീവൻ തൊട്ടുള്ള വാനരന്മാരുണ്ട്, സ്തുതിച്ചു കൊണ്ടിരിക്കണു. ഭരതൻ തൊട്ടുള്ള അവരൊക്കെ ഈ ഭഗവാനെ സ്തുതിക്കുന്നത് നന്നായിട്ട് തന്നെ. ഭരതൻ, ശത്രുഘ്നൻ, ലക്ഷ്മണൻ, അതേപോലെ ഭഗവാനെ പരിവാരം ചെയ്തുകൊണ്ട് മറ്റുള്ളവരും ഭഗവാനെ തന്നെ കണ്ടുകൊണ്ട് ആ ശ്യാമളവർണ്ണനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കുന്നു. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സംസ്ഥിതം അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. അവിടെ ഭരതൻ കണ്ട രാവണനെ
പുഷ്പക വിമാനത്തിൽ വരുന്നതായിട്ടുള്ള രാമനെ ഭരതൻ കണ്ട രാമനെ രാവണനെ വധിച്ച് വരുന്നതായിട്ടുള്ള ആ രംഗത്താണ്. 14 കൊല്ലത്തെ വനവാസം കഴിഞ്ഞ് രാവണനെയൊക്കെ വധിച്ച് വരുന്ന ആ രംഗത്തെയാണ് ഇവിടെ വിസ്തരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുനികളൊക്കെ നന്നായിട്ട് സ്തുതിക്കുന്നു എന്ന് പറയുകയാണ്. ഭരതൻ അതീവ സന്തോഷത്തോടു കൂടിയിട്ടും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും. ഇപ്പോൾ ഭരതനും ശത്രുഘ്നനും ഭൂമിയിലും ലക്ഷ്മണൻ സീത ഒക്കെ വിമാനത്തിലും ഇരിക്കുന്നു എന്നാണ്. ഒപ്പം വിഭീഷണനുണ്ട്, സുഗ്രീവനുണ്ട്, അങ്ങനെ അംഗദൻ തൊട്ടുള്ള ചിലരൊക്കെ ഉണ്ട്. പിന്നെ മറ്റു പലരും ഉണ്ട്, ഈ വാനര സ്ത്രീകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെയായാലും എല്ലാവരാലും ഈ ചുറ്റപ്പെട്ടുകൊണ്ടാണ് ഭഗവാന്റെ ഇരിപ്പ്. അപ്പോൾ അതിനെ എല്ലാവരും സ്തുതിക്കുന്നു എന്ന് സാരം. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഇനി ശ്ലോകം 3. വാമേ ഭൂമിസുതാ പുരസ്തു ഹനുമാൻ പശ്ചാൽ സുമിത്രാസുത ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോർ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം രാമം ഭജേ ശ്യാമളം. അവിടെ ഇടതുഭാഗത്ത് ഭൂമിയുടെ സുതയായിട്ടുള്ള പുത്രിയായിട്ടുള്ള ഭൂമിപുത്രിയായിട്ടുള്ള സീത, മുമ്പിൽ ഹനുമാൻ ഇരിക്കുന്നു. അതിനുശേഷം ലക്ഷ്മണൻ, സുമിത്രയുടെ സൂതൻ ആയിട്ട് ലക്ഷ്മണൻ ഭഗവാൻ ശ്രീരാമൻ്റെ അടുത്തിരിക്കുന്നു. ശത്രുഘ്നനുണ്ട്, ഭരതനുണ്ട്, 2 പാർശ്വങ്ങളിലായിട്ട്, ഈ സൈഡുകളിലായിട്ട്, വശങ്ങളിൽ ഭരതനും ശത്രുഘ്നനും. അത് വായുകോണിലാണ് ഇരിക്കണം, എന്നുവെച്ചാൽ നിൽക്കുകയാണ്, അവർ നിൽക്കുകയാണ്. സുഗ്രീവനുണ്ട്, വിഭീഷണനുണ്ട്, അംഗദനുണ്ട്, ബാലിയുടെ മകൻ അംഗദൻ, താരാസുതനായിക്കൊണ്ട്. താരാസുതനാണ് അംഗദൻ, യുവരാജാവാണ് വാനരന്മാരുടെ. അതുപോലെ ജാംബവാൻ ഒപ്പമുണ്ട്. നടുക്കിൽ നീല നിറത്തിലുള്ള വളരെ ഹൃദ്യമായിട്ടുള്ള മുഖത്തോട് കൂടിയിട്ട്, ഈ താമര കണ്ണുകളോട് കൂടിയിട്ട്, താമര മുഖത്തോട് കൂടിയിട്ട് ശ്യാമളവർണ്ണനായിട്ടുള്ള ആ സീതാസമേതനായിട്ടുള്ള ശ്രീരാമനെ എല്ലാവരും ഭജിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് പട്ടാഭിഷിക്തനായിട്ടുള്ള ഭഗവാന്റെ രൂപമാണ്. അപ്പോൾ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ട് ദേവീദേവന്മാരൊക്കെ ഉണ്ട് അവിടെ. എല്ലാവരും 4 പേരും. ശിവനുണ്ട്, വിഷ്ണുണ്ട്. വിഷ്ണുവിൻ്റെ സാന്നിധ്യം അത് കാണില്ല, ഭഗവാൻ തന്നെയാണല്ലോ, അതുകൊണ്ടാണ്. ബ്രഹ്മാവുണ്ട്, മറ്റ് നാരദൻ തൊട്ടിട്ടുള്ള മഹാഋഷികളെല്ലാവരും ഉണ്ട് അവിടെ. ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ ഒക്കെ രൂപം സ്വീകരിച്ച് വന്നിരിക്കണമെന്നാണ്. അങ്ങനെ വളരെ വിശദമായിട്ടുള്ളൊരു വലിയ ഒരു വല്ലാത്ത ഭാവമാണ് ആ പട്ടാഭിഷിക്തനായിട്ടുള്ള ആ ഭഗവാന്റെ ഈ രൂപത്തെ. അത് ധ്യാനിക്കുന്നത് തന്നെ വളരെയേറെ പുണ്യം കിട്ടും. എന്നുവെച്ചാൽ എല്ലാ പാപങ്ങളും തീരുന്ന അത്രയ്ക്കുണ്ട് അതിൻ്റെ ആ ഒരു മഹിമ. അത് ഇത്ര എന്ന് പറയാൻ പറ്റുമോ നിശ്ചല, അത്രയും കൂടുതലുണ്ട്. ശ്രീരാമചന്ദ്രൻ ഇടത്തായി സീതയും മുന്നിൽ ഹനുമാനും ലക്ഷ്മണനും തഥാ പിന്നിൽ ഇടത്തായി ഭരതനും ശത്രുഘ്നൻ മുന്നിൽ വിഭീഷണ സുഗ്രീവൻ അംഗദൻ ജാംബവാൻ മറ്റ് കവിവീരരും മുനിദേവകളും ഋഷി നാരദ അഗസ്ത്യരും പൗരരും സ്ത്രീകളും മന്ത്രിമാരും സ്തുതി ചെയ്യുന്നു രാമനാം ശ്രീഹരി വിഷ്ണുവേ. ഞാൻ എൻ്റെ രാമായണത്തിൽ എഴുതിയതായിട്ടുള്ള ഈ വരികൾ അത് എൻ്റെ കുറച്ച് ഭാഗം വായിച്ചു എന്നേ ഉള്ളൂ, കുറച്ചധികം ഉണ്ട് അത്. ഓം വാമേ ഭൂമിസുത പുരസ്തു ഹനുമാൻ പശ്ചാൽ സുമിത്രാസുത ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദളയോർ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം ശ്യാമം ഭജേ ശ്യാമളം. ഇനി കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു ചെറിയ ശ്ലോകം, ശ്ലോകം 4. രാമം രാമാനുജം സീതാം ഭരതം ഭരതാനുജം സുഗ്രീവം വായുസൂനും ച പ്രണമാമി പുനഃ. രാമനും ലക്ഷ്മണനും സീതയും ഭരതനും ശത്രുഘ്നനും, അതേപോലെ ഹനുമാനും സുഗ്രീവനും
എല്ലാവർക്കും നമസ്കാരം നമസ്കാരം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു രാമകുടുംബത്തെ നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളും രാമകുടുംബത്തിലെ അംഗങ്ങളായിട്ട് മാറും. അപ്പോൾ ആ രാമൻ നമ്മളെയും രക്ഷിക്കും. രാമം രാമാനുജം സീതാം ഭരതം ഭരതാനുജം സുഗ്രീവം വായുസൂനും ച പ്രണമാമി പുനഃ പുനഃ. അതേപോലെ തന്നെ മറ്റൊരു ശ്ലോകം എളുപ്പമായിട്ടുള്ളതാണ്. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്ര യമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്ക മരുദ്ഗണേഭ്യാം. കുറച്ചും കൂടി വിശാലമായിട്ടുള്ളതാണ്. ശ്രീരാമന് നമസ്കാരം, ലക്ഷ്മണന് നമസ്കാരം, സീതാദേവിക്ക് നമസ്കാരം, ജനകാത്മജയായിട്ടുള്ള സീതാദേവിക്ക് നമസ്കാരം, രാമപത്നിക്ക് നമസ്കാരം, പിന്നെ ശിവന് നമസ്കാരം, ഇന്ദ്രന് നമസ്കാരം, യമന്, പിന്നെ വായുവിന്, അതേപോലെ അഗ്നിക്ക്, ചന്ദ്രന്, സൂര്യന്, പിന്നെ മരുദ്ഗണങ്ങൾക്ക്, അത് വായുഗണമാണ്, ഈ പ്രാണവായു എന്നർത്ഥം. അങ്ങനെയുള്ള എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ അവിടെ ഒരു വിരാട് രൂപം എന്നുള്ള നിലയ്ക്ക് കണക്കാക്കിയിട്ടാണ്. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്ര യമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്ക മരുദ്ഗണേഭ്യാം. ഇനി ഭാഗവതത്തിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകം 9-ാമത്തെ സ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ ഏകശ്ലോകി രാമായണമായിട്ട് ഭാഗവതത്തിൽ ശ്രീശുക ബ്രഹ്മർഷി പറയുന്നതായിട്ടുള്ള വ്യാസവിരചിതമായിട്ടുള്ള ഒരു ശ്ലോകം. ഓം ഗുരുവർത്ഥേ ത്യക്തരാജ്യോ വ്യചരദനുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപഥരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാർശൂർപ്പണഖ്യാ പ്രിയ വിരഹരുഷാരോപിതഭ്രൂവിജൃംഭത്രസ്താബ്ധിർബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോവതാന്നാം. നേമി എന്ന ദശരഥ മഹാരാജാവാണ് ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാരുടെ അച്ഛൻ. ആ പിതാവിൻ്റെ സത്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് 14 കൊല്ലം വനത്തിലേക്ക് പോകണം, ഭരതന് രാജ്യം ഭരിക്കാനുള്ള അവകാശം കൊടുക്കണം എന്ന ഈ വാക്കാണ്. അത് കണക്കാക്കിക്കൊണ്ട് അയോധ്യ ഉപേക്ഷിച്ചുകൊണ്ട്, കോസല രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് ശ്രീരാമൻ ഹനുമാനോടും ലക്ഷ്മണനോടും കൂടിയിട്ട് ആ കല്ലും മുള്ളും നിറഞ്ഞതായിട്ടുള്ള ആ സ്ഥലം ശ്രീരാമനും ലക്ഷ്മണനും ഇങ്ങനെ വഴി ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുക അത്രേ. എന്നിട്ടാണ് നടക്കുന്നത്. സീതാദേവിയുടെ ആ കൈ കൊണ്ട് ഇങ്ങനെ തലോടുമ്പോൾ വേദനിക്കണു എന്ന് പറഞ്ഞതായിട്ടുള്ള ശ്രീരാമൻ ഈ കാട്ടിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ താമരക്കാല് വെച്ച് നടക്കുക. അപ്പോൾ അത് മുറിഞ്ഞു പോകുമോ, വേദനിക്കുമോ എന്ന് എല്ലാവർക്കും വിഷമം. ആ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിക്കുന്നവരെ വളരെ കരുണയോട് കൂടിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ആ ഭഗവാൻ ഈ പാദം വെച്ച് കാടുതോറും സഞ്ചരിക്കുന്നു. അതേപോലെ ശൂർപ്പണഖ ഒരിക്കൽ വന്നിട്ട് കല്യാണം കഴിക്കണം എന്ന് പ്രേമത്തോട് കൂടിയിട്ട് പറഞ്ഞപ്പോൾ അതിന് നിർവാഹമില്ല, ഏകപത്നി വ്രതനാണ് എന്ന് പറഞ്ഞപ്പോൾ വാശി പിടിച്ചപ്പോൾ ലക്ഷ്മണനാൽ വിരൂപയാക്കപ്പെട്ടു. അങ്ങനെ രാവണൻ്റെ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖെ വിരൂപിയാക്കിയ ആ ഭഗവാന്റെ ഇച്ഛ. അതേപോലെ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. അപ്പോൾ ആ വിരഹം സഹിക്കവയ്യാതെ കണ്ട് എല്ലാ ദിക്കിലും തെരഞ്ഞുകൊണ്ട് സീതയെ അന്വേഷിക്കുന്നു. അങ്ങനെ കടൽ തീരത്തെത്തുന്നു. കടൽ കടത്തിയിട്ടുണ്ട്, ലങ്കയിലെത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വിവരം കിട്ടിയപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വരുണനോട് വഴി ചോദിക്കണു കടലിലൂടെ. അപ്പോൾ വരുണൻ അത് കൊടുത്തില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ കുറച്ച് താമസിച്ചു. അപ്പോൾ ശ്രീരാമൻ അമ്പ് ഒന്ന് വില്ലിൽ വെച്ച് തൊടുത്തു.
അപ്പോഴേക്ക് ഓടി വന്ന് കാല് പിടിച്ച് വരുണൻ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ബാണം പിന്നെ രാക്ഷസന്മാരുടെ വധത്തിന് വേണ്ടിയിട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കാലകേയ വധമൊക്കെ നടത്തിയിട്ടാണ് ആ അമ്പ് പിന്നെ തിരിച്ച് അവനാഴിയിലെത്തിയത്. രാമൻ്റെ ബാണം കൊലച്ചു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യം കാണാതെ കണ്ട് അവനാഴിയിലേക്ക് കയറില്ല. രാമൻ്റെ വാക്കും രാമൻ്റെ ബാണവും ഒരേപോലെ. ഒരു തവണ ഉച്ചരിച്ചാൽ ആ വാക്ക് ഫലിക്കും. ഒരു തവണ അമ്പ് വില്ലിൽ വെച്ച് കഴിഞ്ഞാൽ തൊടുത്താൽ അത് ലക്ഷ്യം കാണാതെ കണ്ട് അവനാഴിയിലേക്ക് തിരിച്ച് പോവില്ല. അങ്ങനെയാണ്. അങ്ങനെ വരുണൻ്റെ അനുവാദം കിട്ടി, കടലിൽ ചിറകെട്ടി സേതുബന്ധനം നടത്തി. എല്ലാ സൈന്യങ്ങളും രാമനും ലക്ഷ്മണനും കൂടിയിട്ട് ലങ്കയിലെത്തി. രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിച്ചു. രാവണനെ വധിച്ചു. രാവണ കുംഭകർണന്മാരെ വധിച്ച് വിഭീഷണനെ രാജാവാക്കി. അവിടെ നിന്ന് കോസലത്തിലേക്ക് വന്ന് പട്ടാഭിഷിക്തനായിട്ടുള്ള ശ്രീരാമൻ സീതാസമേതനായിക്കൊണ്ട്, ഹനുമാനാൽ സേവിതനായിക്കൊണ്ട്, സഹോദരന്മാരാൽ സേവിതനായിക്കൊണ്ട് നമ്മളെല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ഭഗവാനെ ആശ്രയിക്കുമാറാകട്ടെ. ആശ്രയിച്ച ഭക്തന്മാരെയൊക്കെ ഭഗവാൻ രക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒറ്റ ശ്ലോകം കൊണ്ട് പറഞ്ഞിറക്കുകയാണ്. ഗുരുവർത്ഥേ ത്യക്തരാജ്യോ വ്യചരത് അനുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപഥരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാത് ശൂർപ്പണഖ്യാ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭത്രസ്താബ്ധി ബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോവതാന്നാം. ഒരു ഹനുമാനെ ഭജിക്കുന്നതായിട്ടുള്ള ഒരു ശ്ലോകം. ത്വമസ്മിൻ കാര്യനിര്യോഗേ പ്രമാണം ഹരിസത്തമാ ഹനുമാൻ യത്നമാസ്ഥായ ദുഃഖക്ഷയകരോ ഭവാം. ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും തീരുമെന്നാണ്. പിന്നെ വനവാസിയായിട്ടുള്ള സീതാരാമേന്ദ്രന്മാരെ ലക്ഷ്മണ സമേതനായിക്കൊണ്ട് സ്തുതിക്കുന്ന ഒരു ശ്ലോകം. സന്നദ്ധ കവചീ ഖഡ്ഗീ ചാപബാണധരോ യുവ ഗച്ഛൻ മമാഗ്രതോ നിത്യം രാമ പാതു സലക്ഷ്മണ. രാമനും ലക്ഷ്മണനും നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ട് വാളും പരിചയും ഒക്കെ ധരിച്ചുകൊണ്ട് അമ്പും വില്ലൊക്കെ ധരിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എപ്പോഴും സഹായിക്കുമാറാകണേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ സീതാപദേ രാമ നമ കാരുണികോത്തമ രാവണാരേ നമസ്തുഭ്യം ത്രാഹി മാം ഭവസാഗരാത്. സീതാപതിയായിട്ടുള്ള രാമന് നമസ്കാരം. എല്ലാ കരുണയും ചെയ്യുന്ന ഈ രാവണൻ എന്നുള്ളത് നമ്മുടെ ചീത്തകളാണ്. 72 ചീത്തകളോ 36 ചീത്തകളോ 18 ചീത്തകളോ ഏതായാലും ആ ചീത്തകൾ മുഴുവൻ നശിപ്പിക്കുമാറാകണേ. അതിൽ നിന്നും ഈ ഭവസാഗരം ജനിക്കുക മരിക്കുക എന്ന ആ ഒരു വിഷയത്തിൽ നിന്നും സംസാരമോചനം തന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ എന്ന്